അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഗുഡ് എന്ന് പറയാൻ പറ്റുന്ന സാഡ് എന്നും പറയാൻ പറ്റിയ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തേത്. മുഴുവനായിട്ട് വീഡിയോ കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വേറൊരു അപ്ഡേറ്റ് പറഞ്ഞ് ഈ കണ്ണിലോട്ട് പോകാം. നാളെ അപ്പോൾ എല്ലാവർക്കും അറിയുമായിരിക്കും, ദളപതി 69 പറയാൻ പോകുന്ന ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. നാളെ മുതൽ പേരിട്ടാണ് നമ്മൾ വിളിക്കുക. അതുപോലെ വിജയുടെ ലാസ്റ്റ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടിയാണ് നാളെ റിലീസ് ചെയ്യുന്നത്. ഇതിന് ടൈറ്റിൽ എന്ന് പറഞ്ഞ് റൂമർ സ്പ്രെഡിൽ ഈ വട്ടം ഒരുപാട് ടൈറ്റിൽസ് ഇല്ല. ആകെ ഒരേ ഒരു ടൈറ്റിൽ റൂമർ മാത്രമാണ് വന്നിരിക്കുന്നത്. വിജയുടെ ഡെബ്യൂട്ട് മൂവിയായ നാലേ തീർപ്പ് എന്ന ടൈറ്റിലാണ് ദളപതി 69 വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് റൂമർ സ്പ്രെഡ് ആക്കുന്നത്. വിജയ് റിട്ടയർമെൻറ്റ് ഇമോഷണൽ ആയിട്ടുള്ള ടൈറ്റിലാണ് വെക്കുന്നത്. ഫസ്റ്റ് പടവും ലാസ്റ്റ് പടവും ഒരേ ടൈറ്റിലാണ് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ പോസ്റ്റർ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നതുവരെ ഇതാണ് ടൈറ്റിൽ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ലിയോ ടൈമിലും ഇതുപോലെ ഒരുപാട് ടൈറ്റിൽ സ്പ്രെഡായിരുന്നു. പിന്നീട് ആ ടൈറ്റിലായിട്ട് യാതൊരു ബന്ധമുള്ള ടൈറ്റിലാണ് വന്നത്. ടൈറ്റിൽ പുറത്തു പോകാതെ ഇരിക്കാൻ ചില പ്രൊഡക്ഷൻ ടീം ഫേക്കായ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ചിലവർ മാത്രം കേട്ടോ. ലിയോ അങ്ങനെയായിരുന്നു. ദളപതി 69 നാലേ തീർപ്പ് ടൈറ്റിൽ വെക്കുന്നതിന് വലിയ യോജിപ്പ് എനിക്കില്ല. ഒരു തമിഴ് ടൈറ്റിലുമായി ഒരുപാട് ലോങ്ങുമായി, പിന്നെ ഈ ടൈറ്റിൽ 90s ടൈറ്റിലാണ്. പക്ഷെ അവസാന പടമായത് കൊണ്ടൊക്കെ ഓക്കെ എന്ന് പറയാനുള്ളൂ. ഇംഗ്ലീഷ് ഷോർട്ട് ടൈറ്റിലാണ് എനിക്ക് താല്പര്യം. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൻ അപ്ഡേറ്റ്, 2025 ഒക്ടോബറിൽ ദളപതി 69 റിലീസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതായിരിക്കും നമ്മൾ. എന്നാൽ എല്ലാവരും നെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം നടന്നിരിക്കുകയാണ്. ദളപതി 69 പോസ്റ്റ്പോൺ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ന്യൂസ് വന്നിരിക്കുന്നു. 2026 പൊങ്കൽ റിലീസായിട്ട് ഡേറ്റ് മാറ്റി എന്നാണ് റൂമേഴ്സ് വരുന്നത്. അതായത് 2025 ഒരു വിജയ് പടം പോലും ഇല്ല എന്നത്. ഇതൊരു സാഡായിട്ടുള്ള കാര്യമാണ്, ഈ വർഷം പടമില്ല എന്ന് കേൾക്കുന്നത്. പക്ഷെ ഇതിൽ നല്ല കാര്യവും ഉണ്ട് കേട്ടോ. വിജയുടെ ലാസ്റ്റ് പടം കാണാൻ കുറച്ചും കൂടി ടൈം കൂടുതലുണ്ട്. അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിനും ഒരുപാട് ടൈമുണ്ട്. എല്ലാം വർക്ക് കഴിഞ്ഞ് അവർക്ക് പതിയെ റിലീസ് ചെയ്താൽ മതി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഈ പോസ്റ്റ് പോണിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ പൊങ്കൽ കഴിഞ്ഞ് ഇതുവരെയായിട്ടും ഷൂട്ട് തുടങ്ങിയിട്ടില്ല. കാരണം വിജയ് പൊളിറ്റിക്സിൽ വർക്കില്ലാതെ ബിസിയാണ്. അപ്പോൾ എപ്പോഴൊക്കെ പൊളിറ്റിക്സ് പരിപാടിക്ക് വിജയ് പോകുമെന്ന് അറിയില്ല. അപ്പോൾ ഷൂട്ടിനൊക്കെ ഒരുപാട് ഡിലേ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിലീസ് ഡേറ്റ് നേരത്തെ ഫിക്സ് ചെയ്യുന്ന നടക്കില്ല. കുറച്ച് തള്ളി വെക്കാമെന്നും പ്രൊഡക്ഷൻ്റെ ഒരു തീരുമാനമാണെന്ന് പറയുന്നത്. ജസ്റ്റ് റൂമേഴ്സാണ്. ചിലപ്പോൾ ഇനി മാറ്റാൻ വരാമെന്ന് അറിയില്ല. എന്തായാലും നാളെ പോസ്റ്ററിൽ റിലീസ് ചെയ്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ 2025 വിജയ് സിനിമ റിലീസ് ചെയ്യാത്തത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് ചെയ്യുക. അതുപോലെ പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ആക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് തീർച്ചയായിട്ടും ചെയ്ത് വിടുക. അപ്പോൾ കമൻറ്റും ചെയ്ത് വിടുക. അപ്പം മറ്റൊരു വീഡിയോ നമുക്കിനി കാണാം.